പശ്ചിമേഷ്യയിലേക്കാണ് പോകുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക വീണ്ടും തുടങ്ങി വെച്ച യുദ്ധം ശക്തമായ രീതിയിൽ കനക്കുകയാണ്. അവിടെ ഇറാനിലെ വിവിധ ഗിഷൻ ദ്വീപിലും അത് കണക്കിന് തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലടക്കം നിരവധി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ കൂടിയിട്ട് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. വൈദ്യുത നിലയങ്ങളിലടക്കം വലിയ ആക്രമണമാണ് ഇറാനിൽ അമേരിക്ക നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാൻ ഇതിന് തിരിച്ചടി എന്നോണം GCCയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളിൽ കുവൈത്തും ബഹ്റൈനിൽ അടക്കമുള്ളിടത്ത് തിരികെ ആക്രമണം നടത്തുകയുണ്ടായി. അവിടെയും വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിലൊരു സമാധാനം ഉണ്ടാകുമോ എന്നുള്ള നീക്കങ്ങൾ മറുവശത്ത് പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹോർമുസ് നമുക്കറിയാവുന്നതാണ്. ഹോർമുസിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ ഇറാൻ പറയുന്ന ഹോർമുസ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണെന്നാണ്. അതേസമയം ട്രംപ് പറയുന്നത് ഹോർമുസ് പഴയതുപോലെ ഉണ്ട്, തുറന്നു കിടക്കുകയാണ്, ഹോർമുസിലൂടെ സഞ്ചാരം സാധ്യമാണെന്നാണ്. പശ്ചിമേഷ്യ വീണ്ടും ഈ യുദ്ധത്തിൽ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കാണ് ആദ്യം ജിംസ്. ഹോർമുസിനെ കുറിച്ച് ഇപ്പോൾ രണ്ട് വാദങ്ങളാണ്. ഇറാൻ്റെ സേനയെ ഉദ്ധരിച്ചിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ഹോർമുസ് അടഞ്ഞു കിടക്കുകയാണ്. അമേരിക്കയുടെ ഒരു ആക്രമണങ്ങൾ നിർത്തിയാൽ മാത്രമേ ഇനി ഹോർമുസ് തുറക്കുന്ന സ്ഥിതി ഉണ്ടാകൂ എന്നുള്ള പറയുന്നത്. ഒമാൻ്റെ തീരത്തുകൂടി പോലും അത്തരം യാത്ര സാധ്യമാകില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. മറുവശത്ത് ട്രംപ് അങ്ങനെ ഒരു സംഭവമേ ഹോർമുസിലില്ല എന്ന് പറയുന്നു. ഇരുവശത്തും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കൂടി നടക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ? ഹോർമുസ് തുറന്നാണ് കിടക്കുന്നതെന്ന് ട്രംപ് ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അതിലെ കപ്പൽ ഗതാഗതം സാധ്യമാവണമെന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഒരു ടെറിട്ടോറിയൽ വാട്ടറാണ്. ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഒമാനുമുള്ള ഒരു ടെറിട്ടോറിയൽ വാട്ടറുണ്ട്, അന്താരാഷ്ട്ര കപ്പൽ പാതയല്ലാതെ. അപ്പോൾ ഈ ടെറിട്ടോറിയൽ വാട്ടറിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമാകണം. അതാണ് ഈ കടൽ ഗതാഗതം സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര കൺവെൻഷനുകൾ പ്രകാരം ടെറിട്ടോറിയൽ വാട്ടറാണുള്ളതിൽ കപ്പൽ ഗതാഗതം സാധ്യമാണ്. പക്ഷേ ഈ പറയുന്ന അത് സംബന്ധിച്ച കൺവെൻഷനിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചിട്ടില്ല. അതിന് പൂർണ്ണമായി ഒപ്പുവെക്കാത്ത രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇറാനും. അപ്പോൾ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഇറാൻ അത് ബ്ലോക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടില്ല. അതേസമയം ഒമാൻ്റെ ടെറിട്ടോറിയൽ വാട്ടറിലൂടെ ഒരു കപ്പൽ കടന്നു പോയാൽ എന്ത് കാരണം പറഞ്ഞ് ഇറാൻ തടയും? ഇറാൻ പറയുക ഞങ്ങളുടെ സോവറിനിറ്റി, ഞങ്ങളുടെ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യുന്ന കപ്പൽ ഗതാഗതം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവർക്ക് പറയാം. അവരങ്ങനെ പറയും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഹോർമുസ് അടയ്ക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഒരു ലൈഫ് ലൈനാണ്. അവരെ സംബന്ധിച്ച് അമേരിക്കയെ പോലെ ഇസ്രായേലിനെ പോലെ രണ്ട് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് സാധ്യമായ കാര്യമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഒരേ ഒരു ലൈഫ് ലൈൻ ഹോർമുസാണ്. അപ്പോൾ ഹോർമുസ് കുറേ നാൾ അടഞ്ഞു കിടന്നു. ഉണ്ടായിരുന്ന സംഘർഷങ്ങളിൽ ലോകത്തുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കറിയാം. പ്രത്യേകിച്ചും യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി, ഇന്ധനക്ഷാമം ഉണ്ടാക്കി. അവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എവിടെയാണോ ബ്ലീഡ് ചെയ്യുന്നത്, ലോകത്തിന് ബ്ലീഡ് ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് ഇറാൻ ആക്രമണം നടന്നത്. അതൊരു തരം അറ്റാക്ക് തന്നെയാണ്. ആ അറ്റാക്ക് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇറാൻ യുദ്ധം ഫെബ്രുവരിയിൽ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മളിവിടെ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതൊരു ഓൺ ഓഫ് യുദ്ധമായിരിക്കും എന്നാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആ ഒപ്പുവെച്ച ധാരണാപത്രത്തിൻ്റെ ഭാവി പോലും സംശയജനകമാണ്. അത് എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് അമേരിക്കയ്ക്ക് പോകാനും കഴിയില്ല. കാരണം അമേരിക്കയ്ക്ക് അങ്ങനെ പോകണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ട്രംപിന് വേണം. ട്രംപിന് ആ അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധമാണോ യുദ്ധമല്ല എന്ന് ചോദിച്ചാൽ ട്രംപ് പറയും യുദ്ധമല്ല എന്ന് പറയും. പക്ഷേ അവിടെ നടക്കുന്നത് ഒരു അറ്റാക്ക് തന്നെയാണ് നടക്കുന്നത്. ഇറാന് മേൽ പല സ്ഥലങ്ങളിലായിട്ട് അറ്റാക്ക് നടക്കുന്നു, സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. ഇനി ഇതിങ്ങനെ എത്ര നാൾ നീണ്ടു പോകും? ഇതൊരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധമായി മാറുമോ? ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടതുപോലുള്ളൊരു യുദ്ധമായി മാറുമോ? അതല്ല അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നു, ഇവർ തിരിച്ച് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്ന ഒരു യുദ്ധ രീതിയിലേക്ക് ഇത് നീണ്ടുപോകുമെന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ തന്നെയാണ് സാധ്യത കൂടുതൽ. ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ എന്നതിനെ ഉപരി അമേരിക്ക ആക്രമിക്കും, ഇവർ തിരിച്ചാക്രമിക്കും. ഇതിങ്ങനെ കുറേ നാൾ നീണ്ടുപോകും. ഈ നീണ്ടുപോകാനുള്ള കാരണം അമേരിക്കയോ ഇറാനോ അല്ല, ഇസ്രായേലാണ്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ഇറാനിൽ ഒരു റെജീം ചേഞ്ച് എന്നുള്ളത് ട്രംപിനേക്കാൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്, ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ റെജീം ചേഞ്ചിന് വേണ്ടി ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിൽ അതൊട്ടും നടന്നില്ല എന്ന് മാത്രമല്ല, അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇറാന് മേലുള്ള ആക്രമണത്തിൽ പിന്നെ നമ്മൾ കണ്ടത് റാലി അറൗണ്ട് ദ ഫ്ലാഗ് എന്ന് പറയുന്നത് പോലെ ഇറാൻ ഭരണകൂടത്തോട് വിയോജിപ്പുള്ളവർ പോലും ഭരണകൂടത്തോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെതിരെ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഏറ്റവും സ്പെക്ടാക്കുലറായിട്ടുള്ളൊരു ഈവൻ്റ് എന്ന് പറയുന്നത് ഈ MOU സൈൻ ചെയ്തതിന് ശേഷം ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ആ കാഴ്ചകളാണ്. എന്താണ് ഇറാനിൽ മാറ്റം വരേണ്ടത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്? അതായത് ഡിസെൻറ്റ് വർദ്ധിപ്പിക്കുക, അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനരോഷം വർദ്ധിപ്പിക്കുക എന്നുള്ള പണിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൊസാദ് വഴിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധേനയും
പ്രൊപ്പഗൻഡ വഴിയാണെങ്കിലും ഇറാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനവികാരം ഉയർത്തുക, ഇറാനെതിരെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നേടുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്ന പണി. പക്ഷെ അവിടെ കാണുന്നത് എന്താണ്? മരിച്ചുപോയ ഒരു മുൻ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്നു, സംസ്കാര ചടങ്ങിൽ കോടിക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു കാഴ്ച ഒരുപക്ഷെ ഈ ഇറാൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള ഖുമേനിയുടെ സംസ്കാര ചടങ്ങിൽ പോലും കാണാത്തത്ര ജനക്കൂട്ടം ഈ സംസ്കാര ചടങ്ങിൽ കാണുകയാണ്. അത് ലോകം കാണുകയാണ്. ഇറാൻ അത് കാണിക്കുകയാണ്. അതുകൂടിയുണ്ട്, ഇറാൻ കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ മാസങ്ങളിൽ നടത്തിയ യുദ്ധം, ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തിയ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് ഈ MOU പ്രതിസന്ധിയിലാവുന്നത്. MOU ഒപ്പിട്ടൊരു സമാധാനത്തിലേക്ക് പോയതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഇറാനിൽ കാണുന്നത്, ഇറാനിൽ ഭരണകൂടത്തിനുള്ള പിന്തുണയായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് കാണുന്നതാണ്. അവിടെ ഇസ്രായേൽ എന്ത് ചെയ്യും? ഏത് വിധേനയും അത് ഡിറെയിൽ ചെയ്യാൻ ശ്രമിക്കും. അമേരിക്കയെ ഒരു ആക്രമണത്തിന് അവർ പ്രേരിപ്പിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ട്രജക്ടറി നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഭാവി എന്താണെന്ന് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അതിശക്തമായ സമ്മർദ്ദം യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടായേ മതിയാവും. അതല്ലാതെ ഇനി വേറൊരു കക്ഷി ഇതിലിടപെടാനില്ല. കാരണം ട്രംപ് ഇസ്രായേലിൻ്റെ കയ്യിലൊരു കളിപ്പാവ തന്നെയാണ്. ട്രംപിന് മറ്റു മാർഗ്ഗങ്ങളില്ല. ട്രംപാണ് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഇസ്രായേലിന് ഏറ്റവും പിന്തുണ കൊടുക്കുന്ന ഒരു പ്രസിഡന്റായി ട്രംപിനെ ചരിത്രം രേഖപ്പെടുത്തപ്പെടും. നെതന്യാഹു എന്താണോ ആഗ്രഹിക്കുന്നതാണ് ചെയ്യുന്നത്. നമ്മളല്ലാതെ വരുന്ന വാർത്തകളുണ്ടല്ലോ, നെതന്യാഹുവിനെ ഫോണിൽ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ ചൂടായി, നെതന്യാഹു നിനക്ക് എന്തില്ല, ജനപിന്തുണയില്ല, ആളുകൾ നിന്നെ വെറുക്കുകയാണെന്നൊക്കെ പറയുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ക്യാമ്പ് തന്നെ, ട്രംപിൻ്റെ ബേസിലുണ്ടായിട്ടുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള എതിർപ്പ് ശമിപ്പിക്കാൻ വേണ്ടി വിടുന്ന വാർത്തകളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതർവൈസ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലാണ്, അല്ലെങ്കിൽ നടപടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഇസ്രായേലിന് അനുകൂലമായിട്ട് ഏറ്റവും അധികം നിന്നിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അത് തെല്ലവീവിൽ നിന്ന് US എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും, ഫലസ്തീൻ ദ്വിരാഷ്ട്രവാദ സിദ്ധാന്തത്തിന്, ദ്വിരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ, സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം, ഇസ്രായേൽ രാജ്യം എന്നുള്ള ഒരു ഡോക്ട്രിൻ കൊണ്ടുവന്നതന്നെ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറ്റവും മുന്നോട്ട് പോയത് ഒബാമയുടെ കാലത്താണ്. അതേസമയം ട്രംപ് വന്നപ്പോഴാണ് അത് വീണ്ടും അതിൻ്റെ ഒരു ഭാവി മങ്ങിയത്. അതുപോലെ തന്നെ ഇറാൻ ന്യൂക്ലിയർ കരാർ നോക്കുകയാണെങ്കിൽ, ഇറാൻ്റെ ആണവ കരാറും അതിൽ നിന്ന് പിന്മാറുന്നത് ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ശാന്തി വിതച്ച ഒരു പ്രസിഡൻ്റാണ്. ട്രംപിനെ പറ്റി പറയാതെ യുദ്ധം ചെയ്യില്ല, മറ്റാരെ ആക്രമിക്കുക, അങ്ങനെയല്ല. ട്രംപിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും ട്രംപിൻ്റെ നടപടികളും എല്ലാം പശ്ചിമേഷ്യയിൽ അശാന്തി ഉണ്ടാക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ. അത് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വരാനുള്ളത്. ഒന്ന്, നവംബറിൽ ഒരു മിഡ് ടൈം ഇലക്ഷൻ നടക്കാനുണ്ട്. ആ ഇലക്ഷൻ സമയത്ത് ഇറാൻ യുദ്ധം ട്രംപിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും എതിരായി ഒരു ജനവികാരം ഉണ്ടാക്കും എന്നുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അതിൻ്റെ കാരണം ഇസ്രായേലിനെതിരായിട്ടുള്ള, ഇസ്രായേൽ രൂപം കൊണ്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനരോഷമുള്ളൊരു സമയമാണിത്. അതായത് അമേരിക്കൻ ജനതയിലെ ബഹുഭൂരിഭാഗം ആളുകളും അമേരിക്കയുടെ ഇസ്രായേലിനുള്ള പിന്തുണയെ എതിർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സംഭവത്തിൽ ഈ യുദ്ധം നവംബർ വരെ നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപ് തയ്യാറാവും. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് ശ്രമിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഇടപെടൽ. കാരണം ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഇന്ധന സുരക്ഷ, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതിലെല്ലാം നട്ടം തിരിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ ഹീറ്റ് വേവ് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള കുഴപ്പങ്ങളിലാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഡിപ്ലോമാറ്റിക് പ്രഷർ അമേരിക്കയും മേൽ ഉണ്ടായാൽ ഒരുപക്ഷെ ഈ ടിറ്റ് ഫോർ ടാറ്റിന് വീണ്ടും ഒരു അന്ത്യം ഉണ്ടായേക്കാം. പക്ഷെ അതൊരു ശാശ്വത സമാധാനമല്ല, താൽക്കാലിക സമാധാനമായി. യെസ്, നിഷാദ്, കഴിഞ്ഞ ദിവസം മുജിത്തബ ഗാംനെ പറയുന്നുണ്ടായിരുന്നു, ഗാംനയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ മുമ്പ് തന്നെ അമേരിക്ക ഉന്നയിക്കുന്ന ഇറാനെ റഷ്യ പുറത്തുനിന്ന് പിന്തുണക്കുന്നു എന്നൊരു കാര്യമുണ്ട്. ഈ സമയത്ത് റഷ്യ ഇറാനിലേക്ക് അത്യാധുനിക യുദ്ധവിമാനം കൂടി കൈമാറിയതായ റിപ്പോർട്ടുകൾ കൂടിയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം മറുവശത്താണെങ്കിൽ നാറ്റോയുടെ ഒരു പിന്തുണ ട്രംപ് ഉറപ്പാക്കുക കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി വലിയൊരു രീതിയിലുള്ള ആക്രമണം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ളൊരു നീക്കം. ഇറാനും ഇതൊരു വലിയ ഫുൾ ഫ്ലെഡ്ജ് യുദ്ധമാക്കി മാറ്റുകയും വലിയ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ മുസ്തഫ ഖാംനെയോ അല്ലെങ്കിൽ അവരുടെ പാർലമെൻറ്റ് സ്പീക്കറോ ഒക്കെ പറയുന്ന പോലെയുള്ള പ്രത്യാക്രമണത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ ഒരു വലിയ ഒരു വേദികയാക്കി ഇതിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവസാനിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും അവിടെ നിന്ന് അവരുടെ പൂർണ്ണ തോതിലുള്ള അടിയടിച്ചു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് സർവൈവ് ചെയ്യാൻ പ്രയാസമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരു എഡ്ജുള്ള അവസാനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലെടുക്കാണ്. അപ്പോൾ ഹോർമുസിൽ ഇറാനും ഒമാനും നിയന്ത്രണമുള്ള ജലപാതയിലൂടെ കപ്പലുകൾ പോകുന്നു. ഇറാൻ്റെ താല്പര്യങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇറാൻ ഹോർമുസ് തടയുന്നു. ഇപ്പോൾ ഇറാന് നിയന്ത്രണമില്ലാത്ത ഒമാൻ്റെ ടെറിട്ടോറിയൽ വാട്ടറിലൂടെ കപ്പൽ ഓടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു.
ആ പരിപാടി വേണ്ട എന്ന് ഇറാൻ പറയുന്നു. ഞങ്ങൾക്ക് നിയന്ത്രണമുള്ള പാതയിലൂടെ ഓടിക്കുക, ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തടയാൻ കഴിയുന്ന നിലയിൽ അങ്ങനെയുള്ള ഏർപ്പാട് മതി. അല്ലാതെ ഞങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ഒരു പാത സൃഷ്ടിച്ച് അതുവഴി കപ്പലുകൾ നൈസായി കൊണ്ടുപോവുക, എന്ത് പ്രശ്നമുണ്ടായാലും ഇറാന് തടയാൻ കഴിയാത്ത നിലയുണ്ടാവുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഡിഫ്യൂസ് ചെയ്യാണ്. ആ പരിപാടി വേണ്ട. ഇതുവഴി ഇത് ഒമാൻ്റെ പാതയിലൂടെ വേണ്ട, ഇതുവഴിയും വേണ്ട. പോകുന്നെങ്കിൽ എല്ലാം മര്യാദയ്ക്കാണെങ്കിൽ ഇതുവഴി കടന്നു പോകാം. അല്ലാതെ ഇറാൻ്റെ താല്പര്യങ്ങളാകമാനം ആക്രമിക്കപ്പെടുന്നു, ഇറാൻ ആക്രമിക്കപ്പെടുന്നു, ഇറാൻ്റെ അതിജീവനം പ്രയാസത്തിലാകുന്നു, എന്നിട്ട് നിങ്ങൾ ഒമാൻ തീരത്തുകൂടി കപ്പലോടിച്ചുകൊണ്ട് പോവുക. പരിപാടി വേണ്ട. ഒമാൻ തീരത്തുകൂടി ആയാലും ഇറാൻ ഒമാൻ ഷെയർ ചെയ്യുന്ന വാട്ടർവേയിലൂടെ ആയാലും ഞങ്ങളുടെ താല്പര്യങ്ങൾ സ്വസ്ഥമല്ലെങ്കിൽ ഞങ്ങൾ കപ്പൽ ആക്രമിക്കും. ഇപ്പോഴത്തെ ഈ സംഘർഷത്തിൻ്റെ കാരണം അതാണ്. കപ്പൽ കടത്തിവിടാൻ ശ്രമിക്കുന്നു. ഇറാൻ്റെ ക്ലിയറൻസ് ഇല്ലാതെ, അനുമതി ഇല്ലാതെ അത്തരം കപ്പലുകൾ ഇറാൻ ആക്രമിക്കുന്നു. ആരുടെ കപ്പലുകളെ അടക്കം? ഖത്തറിൻ്റെ ഫ്ലാഗുള്ള കപ്പലിനെ അടക്കം ആക്രമിക്കുന്നു. എന്ന് വെച്ചാൽ ടോട്ടൽ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവർ ആവർത്തിച്ച് പറയാണ്. ആ കൺട്രോൾ ഞങ്ങൾ വിടാൻ പോകുന്നു എന്നൊരു സന്ദേശം കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ അർത്ഥം ഹോർമുസിൻ്റെ നിയന്ത്രണം വിടുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലൊരു സാധനം ഇരിക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ അതിജീവനം ഇരിക്കെ അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പിക്കുന്ന പരിപാടിയാണ് അമേരിക്കയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ലെന്ന് അവർ പറഞ്ഞതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കാണുന്ന ഈ സംഘർഷം. അല്ലെങ്കിൽ അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല എന്ത്, ഈ സംഘർഷം ഇപ്പോൾ. കാരണം നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെടുന്നു, ലോകത്താകമാനം സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നു, അമേരിക്കയിൽ മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോകുന്നു, അമേരിക്കയുടെ പൈസ ചിലവാകുന്നു, കുറേ അധികം ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പക്ഷേ അമേരിക്ക ഈ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് മുതിരാനുള്ള കാരണം ഹോർമുസിൽ ഇറാൻ പിന്നെയും അവരുടെ നിയന്ത്രണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് പകരമായി അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്ലാനും പൊളിയുന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രൊവോക്കേഷൻ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ആത്യന്തികമായ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അല്ലാതെ ഈ യുദ്ധം നിലനിർത്തിക്കൊണ്ടും ഇറാനെ നശിപ്പിച്ചുകൊണ്ടും ഇറാൻ്റെ ലീഡർഷിപ്പിനെ കൊന്നുകൊണ്ടും ഇറാനിൽ ആകമാനമുള്ള വൈദ്യുതിയും പാലങ്ങളും എല്ലാം തകർത്തുകൊണ്ടും എന്നിട്ട് ഹോർമുസിൻ്റെ പ്രശ്നം മാത്രം സെറ്റിൽ ചെയ്യാം എന്നത് നടപ്പുള്ള കാര്യമല്ല. ഇറാൻ്റെ പ്രശ്നം മൊത്തത്തിൽ സെറ്റിൽ ചെയ്യാതെ ഹോർമുസ് മാത്രമായി സെറ്റിൽ ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചാലും, അത് ഞാൻ പറഞ്ഞ GCC രാജ്യങ്ങൾ, ഒമാൻ അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള UAE അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇതിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലതരത്തിൽ ശ്രമിക്കുന്നുണ്ട്, വളരെ വിസിബിളായും ശ്രമിക്കുന്നുണ്ട്, അല്ലാതെയും അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം പരിഹാര ശ്രമങ്ങൾ അതിൻ്റെ വിജയത്തിൽ എത്തണമെങ്കിൽ ആത്യന്തികമായി ആ മേഖലയിൽ സമാധാനം വരണം. അല്ലാതെ ഹോർമുസിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കാം, ഇറാൻ്റെ കാര്യത്തിലുള്ള ഉപരോധം അവിടെ നിൽക്കട്ടെ, ഇറാൻ്റെ ലീഡേഴ്സിനെ കൊന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ഇറാൻ്റെ റീബിൽഡിംഗ് എന്ന് പറയുന്ന പരിപാടി അവിടെ നിൽക്കട്ടെ എന്നത് പോസിബിൾ, അല്ലെങ്കിൽ ഇറാൻ്റെ ഫോറിൻ അസറ്റ്സ് ഫ്രോസൺ അസറ്റ്സിൻ്റെ കാര്യത്തിൽ ഉള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, ഇതെങ്ങനെയും സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണെങ്കിൽ നടക്കില്ല. കാരണം ഇത് അവരുടെ വജ്രായുധമാണ്, അതിൽ അവർ കോംപ്രമൈസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാവേണ്ട ഒരു സംഗതി ലോകത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ സമ്മർദ്ദം ഉണ്ടാവുക, എൻ്റെ GCC രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാവുക, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട രാജ്യങ്ങളാണ്. കാരണം ഇന്ത്യയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഏരിയ രാജ്യങ്ങളിലൊന്ന്. നമ്മളിവിടെ പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഗ്യാസിൻ്റെ ക്ഷാമത്തിൽ നമ്മൾ ഇന്ന് രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. അതെല്ലാം വീണ്ടും തകരാറിലാക്കാൻ തരത്തിലുള്ള യുദ്ധവികാസം സംഭവിക്കുകയാണ്. ഇന്ത്യയുടെ ഒരുപാട് സാമ്പത്തികമായ ഇൻട്രസ്റ്റ് പോലും ഇറാനിലുണ്ടെന്ന് നോക്കണം. സോ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര സമൂഹം ഈ പ്രശ്നത്തിൽ ആത്യന്തികമായി പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഗസയുടെ വിഷയത്തിൽ എല്ലാവർക്കും അത്രയും താല്പര്യം ഉണ്ടായില്ല. കാരണം ഗസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഏതെങ്കിലും തരത്തിൽ ലോകത്തിൻ്റെ എക്കണോമിയെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് യൂറോപ്യൻ യൂണിയൻ്റെ എക്കണോമിയെ ബാധിക്കുകയാണ്, ഗൾഫിൻ്റെ എക്കണോമിയെ ബാധിക്കുകയാണ്, ഇന്ത്യയുടെ അടക്കമുള്ള രാജ്യങ്ങളുടെ എക്കണോമിയെ ബാധിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുമ്പോഴാണ് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുക. അല്ലെങ്കിൽ ആളുകൾക്ക് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇപ്പം തന്നെ ഈ യുദ്ധം വികസിക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം നേരത്തെ സിഗേഷ് പറഞ്ഞ പോലെ റഷ്യ അവരുടെ ഡൂംസ്ഡേ വിമാനം അയക്കുന്നു എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര യുദ്ധ സന്ദേശവും കൂടിയാണ്. നിങ്ങൾ യുക്രൈനിൽ വന്ന് യുക്രൈനെ സഹായിച്ച് ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങൾ ഇറാനുമായിട്ടൊരു സഹകരണത്തിൻ്റെ പാതയിലാണെന്ന് സന്ദേശം കൊടുക്കലാണ്. അത് യുദ്ധത്തിനെ കൂടുതൽ വഷളാക്കാനാണ് സഹായിക്കുക. അങ്ങനെ വഷളായുള്ള കുഴപ്പം, യുദ്ധം എന്ന് പറയുമ്പോൾ ബോംബ് വീഴുക, കെട്ടിടങ്ങൾ തകരുക, ആളുകൾ കൊല്ലപ്പെടുക എന്നതിനപ്പുറത്തേക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായി നമ്മളെ ഓരോരുത്തരെയും ബാധിക്കാൻ പോകുന്ന സംഗതിയായിരിക്കും, ഓരോ രാജ്യങ്ങളുടെയും അതിജീവനത്തെ ബാധിക്കാൻ പോകുന്ന സംഗതിയായിരിക്കും. അത് പരിഹരിക്കാൻ ലോകത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അമേരിക്ക ഒറ്റയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നു, ഇസ്രായേൽ നിർത്തുമെന്ന് നമുക്ക് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഇത് ബാധിക്കുന്ന മനുഷ്യരും രാഷ്ട്രങ്ങളും അതിൻ്റെ നേതാക്കളും ഇടപെട്ടല്ലാതെ ഈ പ്രശ്നം തീർക്കണമെങ്കിൽ ഇറാനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയും ആ രാജ്യത്തിൻ്റെ സോവറിറ്റി പ്രധാനമാണെന്നും ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പ്രധാനമാണെന്നും അംഗീകരിച്ചുകൊണ്ട് തീർപ്പുണ്ടാക്കണം. അല്ലാതെ ഇറാൻ എങ്ങനെയെങ്കിലും മുടിഞ്ഞോട്ടെ, നമുക്കെങ്കിലും ഹോർമുസ് തുറന്ന് കിട്ടിയാൽ മതി എന്നാണ് ഇവരെല്ലാം വിചാരിക്കുന്നതെങ്കിൽ അതൊരു തീർപ്പിൻ്റെ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, എന്തായാലും ഈ യുദ്ധം നമ്മളെ അടക്കം, മലയാളികളെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ശാശ്വതമായൊരു സമാധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്.